ഗാസ പുനർനിർമ്മാണത്തിനുള്ള അറബ് പദ്ധതിയെ പിന്തുണച്ച് ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ. ഗാസയുടെ പുനർനിർമ്മാണത്തിന് യാഥാർത്ഥ്യബോധത്തോടെയുള്ള പദ്ധതിയാണിത്. ഇത് നടപ്പിലാക്കിയാൽ മുനമ്പിൽ താമസിക്കുന്ന പലസ്തീനികളുടെ ജീവിത സാഹചര്യങ്ങൾ വേഗത്തിലും സുസ്ഥിരമായും മെച്ചപ്പെടുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസ് ഗാസ ഭരിക്കുകയോ ഇസ്രയേലിന് ഭീഷണിയാവുകയോ ചെയ്യരുത്. പുനർനിർമ്മാണത്തിൽ പലസ്തീൻ അതോറിറ്റിയുടെ പങ്കിനെയും അതിന്റെ പരിഷ്കരണ അജണ്ട നടപ്പിലാക്കുന്നതിനെയും പിന്തുണയ്ക്കുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗാസയിലേക്കുള്ള സഹായ വിതരണം 4 ദിവസത്തിനുള്ളിൽ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇസ്രയേലിനെതിരായ സൈനിക നടപടികൾ പുനരാരംഭിക്കുമെന്ന് ഹൂതി വിമത സംഘം വ്യക്തമാക്കിയിരുന്നു. പലസ്തീനികൾക്ക് പ്രസ്താവനകൾ കൊണ്ട് പിന്തുണ നൽകുന്ന പ്രസ്ഥാനം മാത്രമല്ല തങ്ങളുടേതെന്ന് ഹൂതി നേതാവായ അബ്ദുൾ മാലിക് പറഞ്ഞു. ഗാസയിലെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഹമാസ് പൂർണ്ണമായും പാലിച്ചുവെന്നും എന്നാൽ ഇസ്രയേൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നും അബ്ദുൾ മാലിക് കൂട്ടിച്ചേർത്തിരുന്നു. US സർക്കാരിന്റെ പിന്തുണയാണ് പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ അതിക്രമം വർദ്ധിക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഗാസ മുനമ്പിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇസ്രയേൽ വിച്ഛേദിച്ചു. വെടിനിർത്തൽ കരാറിലെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇസ്രയേലിന്റെ നീക്കം. ഭക്ഷണം അടക്കമുള്ള സഹായ വിതരണം കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ നിർത്തിവെച്ചിരുന്നു. വൈദ്യുതി ഇല്ലാതായതോടെ പ്രദേശത്തെ 23 ലക്ഷം ജനങ്ങളുടെ ജീവിതം അതീവ ദുഷ്കരമായി. ഡീസലിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളുടെ സഹായത്തോടെയാണ് നിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ടെന്നും ഏറ്റവും പുതിയ തീരുമാനം ഇസ്രയേലിന്റെ പട്ടിണി നയത്തിന്റെ ഭാഗമാണെന്നും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും വ്യക്തമായി അവഗണിച്ചുവെന്നും ഹമാസ് വക്താവ് ഹസീം ഖസാം പറഞ്ഞു. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന്റെ വിപുലീകരണം അംഗീകരിപ്പിക്കാൻ ഹമാസിനെ ഇസ്രയേൽ സമ്മർദ്ദത്തിലാഴ്ത്തുകയാണ്. ആദ്യഘട്ടം കഴിഞ്ഞ വാരാന്ത്യത്തിൽ അവസാനിച്ചു. ശേഷിക്കുന്ന ബന്ദികളെയും മോചിപ്പിക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. വൈദ്യുതി തടഞ്ഞത് ബന്ദികളാക്കിയവരെ ബാധിക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. നിലവാരമില്ലാത്ത ഭീഷണിയിൽ നിന്നും ഇസ്രയേൽ പിന്മാറണം. ഈജിപ്തിൽ നിന്നുള്ള മധ്യസ്ഥരുമായുള്ള ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ച ഞായറാഴ്ച അവസാനിപ്പിച്ചതായും ഹമാസ് പറഞ്ഞു. ചർച്ചകൾക്കായി ഖത്തറിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. വൈദ്യുതി ഇല്ലാതെ പ്രദേശത്തെ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയാണ്. പമ്പുകൾ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിൽ. ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് പ്രതിദിനം ഏകദേശം 2500 ക്യൂബിക് മീറ്റർ വെള്ളം ഉൽപ്പാദിപ്പിക്കാനാവുമെന്നാണ് നിലവിൽ കരുതുന്നത്.